രാവിലെ ഓട്ടോയ്ക്കകത്ത് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കുറച്ച് നാളായി ഞാൻ ഓട്ടോയ്ക്കകത്തൊക്കെ കയറിയിട്ട് ഇത് വണ്ടി വർക്ക്ഷോപ്പിലായി കേട്ടോ. അപ്പോൾ വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലൊക്കെ വരുവാണ്. മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. ഈ മീനിൻ്റെ പേരാണ് പാര. പക്ഷേ പേര് പാര എന്നാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് വൻപയർ ഞാൻ ഇതുപോലെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒരു വെള്ളം, അതായത് നമ്മുടെ അരി കഴുകാനും ഒക്കെ നല്ലതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിയാണ് കേട്ടോ. അപ്പം അന്നേരത്തേക്ക് നമ്മുടെ വൻപയർ വെന്തിട്ടുണ്ടായിരുന്നു. വൻപയർ തോരൻ വെക്കാനത് വെന്തിട്ടുണ്ടായിരുന്നു. മീനും കഴുകിക്കൊണ്ട് വന്നു ഞാൻ കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ കൊച്ചുള്ളി, അത് ചെറിയ ഉള്ളി എന്ന് പറയും, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കറിച്ചട്ടി അടപ്പത്ത് വെച്ചപ്പോഴാണ് തുമ്പൂസ് അപ്പുറത്ത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ. ഞാൻ പിന്നെ അത് നോക്കിയില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ ചേട്ടന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പുറത്ത് കറിച്ചട്ടിയിലോട്ട് മീൻ കറി വെക്കാനുള്ളതാണ് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വഴറ്റുന്നത് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത് ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഇത്രയും ഐറ്റംസാണ് കേട്ടോ. അപ്പം ഈ ഉലുവാപ്പൊടിയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇച്ചിരിയും കുറച്ച് മതി. പിന്നെ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരുവാകുമ്പോഴത്തേന് തക്കാളിപ്പഴം ഇടുക. പിന്നെ നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേന് മീനും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഭംഗിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ മീൻ കറി ഇനി പറ്റി വന്നാൽ മതി, റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ വൻപയറിൻ്റെ തോരനുള്ള നമ്മൾ അരപ്പരച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ അരച്ചിട്ടിട്ടുണ്ട്. വൻപയർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നൂഡിൽസ് അപ്പോഴത്തേനും തുമ്പൂസിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിരുന്നു. മീൻ കറിക്കാത്ത മീനൊക്കെ അതിനകത്ത് എടുത്തിട്ട് തിന്നു കേട്ടോ. ഇതാണ് ഫിഷ് നൂഡിൽസ്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മീൻ കറി ആയിട്ടുണ്ട്. നമ്മുടെ വൻപയറിനകത്ത് കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടെ തൂക്കിപ്പോയപ്പോൾ അതും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിട്ടു. ഈ പറഞ്ഞതുപോലെ ചീരത്തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൻപയറും മീൻ കറിയും ചക്ക വേവിച്ചതാണ്. ചക്ക വേവിച്ചതിൻ്റെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മൾ ഫ്രീസറിൽ ഇതുപോലെ ചക്ക ആവി കയറ്റി വെച്ചിട്ട് അതെടുത്ത് വേവിച്ചതാണ്. നല്ലതായിരുന്നു. മീൻ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ഞാൻ ചക്ക വേവിക്കുന്നത് പറഞ്ഞുതരാം. ഇതിനകത്ത് ഇപ്പോൾ സ്ഥലമില്ല. അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയായിരുന്നു കേട്ടോ. നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പാരമീൻ വാങ്ങിച്ചോളൂ. അപ്പം ഞാനിരുന്ന് തിന്നുന്നുണ്ട്, എല്ലാവരും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ചട്ട